ഓം ശാന്തി 19/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സദാ സന്തോഷത്തിലിരിക്കൂ. നമ്മെ ആരാണ് പഠിപ്പിക്കുന്നത്? അതിനാൽ ഇതും മന്മനാഭവയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നലെ നമ്മൾ കല്ലുബുദ്ധികളായിരുന്നു. ഇന്ന് പവിഴബുദ്ധിയുള്ളവരായി മാറിയിരിക്കുകയാണ്. ചോദ്യം: ഭാഗ്യം തുറക്കുന്നതിന്റെ ആധാരമെന്താണ്? ഉത്തരം: നിശ്ചയം. അഥവാ ഭാഗ്യം തുറക്കാൻ വൈകുകയാണെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ വൈകും. നിശ്ചയബുദ്ധിയുള്ളവർ നല്ല രീതിയിൽ പഠിച്ച് കുതിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ പുറകിലായി പോകും. ആരാണോ നിശ്ചയബുദ്ധിയുള്ളവരായി മാറി തന്റെ ബുദ്ധിയെ ബാബയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ സതോ പ്രധാനമായി മാറും. ഓം ശാന്തി. വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച് എന്തായി മാറാനുള്ളതാണ് എന്നവർക്ക് അറിയാൻ കഴിയും. മധുരമധുരമായ ആത്മീയ കുട്ടികളുടെ ബുദ്ധിയിൽ വരണം, നമ്മൾ സത്യയുഗത്തിൽ പവിഴപുരിയുടെ അധികാരിയായി മാറും. ഈ ദേഹത്തിന്റെ ബന്ധം മുതലായവയെല്ലാം ഉപേക്ഷിക്കണം. ഇപ്പോൾ നമുക്ക് പവിഴപുരിയുടെ അധികാരിയായ പവിഴനാഥനായി മാറണം. മുഴുവൻ ദിവസവും ഈ സന്തോഷമുണ്ടായിരിക്കണം. മനസ്സിലാക്കുന്നുണ്ട്, പവിഴപുരിയെന്ന് ഏതിനെയാണ് പറയാറ്? അവിടെ കെട്ടിടം മുതലായ എല്ലാം സ്വർണം വെള്ളിയുടേതായിരിക്കും. ഇവിടെയാണെങ്കിൽ കല്ലുകളുടെയും ഇഷ്ടികകളുടെയും കെട്ടിടങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും കല്ലുബുദ്ധിയിൽ നിന്ന് പവിഴബുദ്ധികളായി മാറുന്നു. കല്ലുബുദ്ധികളെ പവിഴബുദ്ധിയാക്കി മാറ്റുന്നത് പവിഴനാഥനായ ബാബ വരുമ്പോഴാണല്ലോ. നിങ്ങളിവിടെ ഇരിക്കുകയാണ്. അറിയാം, നമ്മുടെ വിദ്യാലയം ഉയർന്നതിലും ഉയർന്നതാണ്. ഇതിലും വലിയ വിദ്യാലയം ഉണ്ടായിരിക്കുകയില്ല. ഈ വിദ്യാലയത്തിൽ നിങ്ങൾ പദമാപദം ഭാഗ്യശാലിയും വിശ്വത്തിന്റെ അധികാരിയുമായി മാറുന്നു. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. ഈ കല്ലുപുരിയിൽ നിന്ന് പവിഴപുരിയിലേക്ക് പോകാനുള്ളതാണ് ഈ പുരുഷോത്തമ സംഗമയുഗം. ഇന്നലെ കല്ലുബുദ്ധികളായിരുന്നു, ഇന്ന് പവിഴബുദ്ധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം സദാ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ മന്മനാഭവ തന്നെയാണ്. സ്കൂളിൽ ടീച്ചർ വരുന്നത് പഠിപ്പിക്കാനാണ്. വിദ്യാർത്ഥികൾക്ക് മനസ്സുണ്ടായിരിക്കും, ഇപ്പോൾ ടീച്ചർ വന്നു കഴിഞ്ഞു. നിങ്ങൾ കുട്ടികളും മനസ്സിലാക്കുന്നു, നമ്മുടെ ടീച്ചറാണെങ്കിൽ സ്വയം ഭഗവാനാണ്. ഭഗവാൻ നമ്മെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അതിനാൽ തീർച്ചയായും സംഗമത്തിലേ വരികയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മനുഷ്യർ വിളിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒപ്പം ആ ഭഗവാൻ ഇവിടെ വന്നു കഴിഞ്ഞു. കൽപ്പം മുൻപും ഇങ്ങനെയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് വിനാശകാലേ വിപരീത ബുദ്ധി. എന്തുകൊണ്ടെന്നാൽ അവരാണ് കല്ലുബുദ്ധി. നിങ്ങളുടേത് വിനാശകാലത്ത് പ്രീതബുദ്ധിയാണ്. നിങ്ങൾ പവിഴബുദ്ധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ മനുഷ്യർ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനായി ഇങ്ങനെ ഏതെങ്കിലും യുക്തി കണ്ടുപിടിക്കണം. ഇവിടെയും ഒരുപാട് പേരെ കൊണ്ടുവരുന്നുണ്ട്. പറയാറുമുണ്ട്, ശിവബാബ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വന്ന് എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക, എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇത്രയും പേർ സെന്ററുകളിൽ വരുന്നുണ്ട്, നിശ്ചയബുദ്ധിയുള്ളവരല്ലേ? എല്ലാവരും പറയുന്നുണ്ട്, ശിവ ഭഗവാനു വാച. ശിവൻ തന്നെയാണ് എല്ലാവരുടെയും അച്ഛൻ. കൃഷ്ണനെ എല്ലാവരുടെയും അച്ഛനെന്ന് പറയാറില്ലല്ലോ. ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭാഗ്യം വൈകിയാണ് തുറക്കുന്നതെങ്കിൽ പിന്നെ മുടന്തി പോകും. കുറച്ചു പഠിക്കുന്നവരെ ഇവർ മുടന്തരാണെന്ന് പറയാറുണ്ട്. സംശയബുദ്ധിയുള്ളവർ പിറകിലായി പോകും.
നിശ്ചയബുദ്ധിയുള്ളവരും നല്ല രീതിയിൽ പഠിക്കുന്നവരും മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. എത്ര എളുപ്പത്തിലാണ് മനസ്സിലാക്കി തരുന്നത്. ഏതുപോലെയാണോ കുട്ടികൾ ഓടി ലക്ഷ്യത്തിലേക്കെത്തി പിന്നീട് തിരിച്ചു വരുന്നത്, ബാബയും പറയുന്നു, ബുദ്ധി പെട്ടെന്ന് തന്നെ ശിവബാബയുടെ അടുത്തേക്ക് ഓടിച്ചെത്തുകയാണെങ്കിൽ സതോ പ്രധാനമായി മാറും. ഇവിടെ മനസ്സിലാക്കുന്നതും നല്ല രീതിയിലാണ്. അമ്പ് കൊള്ളുന്നുണ്ട്, എന്നാലും പുറത്തു പോകുന്നതിലൂടെ ഇല്ലാതാകുന്നു. ബാബ ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷൻ വെക്കുന്നു. അപ്പോൾ അതിന്റെ ലഹരി വർദ്ധിക്കണമല്ലോ. എന്നാൽ വർദ്ധിക്കുന്നതേയില്ല. ഇവിടെ ജ്ഞാനമാകുന്ന അമൃത് കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഭാവം ഉണ്ടാകുന്നു. പുറത്തു പോകുന്നതിലൂടെ തന്നെയാണ് മറന്നു പോകുന്നത്. കുട്ടികൾക്കറിയാം, ജ്ഞാനസാഗരനും പതീത പാവനനുമായ സദ്ഗതി ദാതാവ്, മുക്തി ദാതാവ് ഒരേ ഒരു ബാബയാണെന്ന്. ബാബ തന്നെയാണ് ഓരോ കാര്യത്തിന്റെയും സമ്പത്ത് നൽകുന്നത്. പറയുകയാണ്, കുട്ടികളെ, നിങ്ങളും പൂർണമായും സാഗരമായി മാറൂ. എത്രത്തോളം എന്നിൽ ജ്ഞാനമുണ്ടോ എത്രത്തോളം അത്രയും നിങ്ങളും ധാരണ ചെയ്യൂ. ശിവബാബയ്ക്ക് ദേഹത്തിന്റെ ലഹരിയില്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഞാനാണെങ്കിൽ സദാ ശാന്തമായിയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കെപ്പോഴാണോ ദേഹമില്ലാതിരുന്നത് അപ്പോൾ ലഹരി ഉണ്ടായിരുന്നില്ല. ശിവബാബ ഒരിക്കലും പറയുന്നില്ല ഇതെന്റെ വസ്തുവാണെന്ന്. ഈ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. ലോൺ എടുത്ത വസ്തു ഒരിക്കലും തന്റേതാവുകയില്ല. ഞാനിതിൽ പ്രവേശിച്ചിരിക്കുകയാണ് കുറച്ചു സമയത്തേക്ക് സേവനാർത്ഥം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഭഗവാനെ കാണുന്നതിന് വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ ഓടണം. ഇത്രയും യജ്ഞം, തപം മുതലായവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്നു, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഭഗവാൻ വരും. ബാബ മനസ്സിലാക്കി തരുന്നത് വളരെ സഹജമാണ്. പ്രദർശിനിയിലും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. സത്യത്രേതായുഗത്തിന്റെ ആയുസ്സും എഴുതി വച്ചിട്ടുണ്ട്. അതിൽ 2500 വർഷം വരെ വളരെ കൃത്യമാണ്. സൂര്യവംശികൾക്ക് ശേഷം ചന്ദ്രവംശികൾ. പിന്നീട് കാണിക്കൂ, രാവണന്റെ രാജ്യം തുടങ്ങി. പിന്നീട് ഭാരതം പതീതമാകാനും തുടങ്ങി. ദ്വാപര കലിയുഗത്തിൽ രാവണ രാജ്യം തുടങ്ങി. തീയതിയും മാസവുമുണ്ട്. ഇടയിൽ സംഗമയുഗത്തെ വയ്ക്കൂ. രഥിയും തീർച്ചയായും വേണമല്ലോ. ഈ രഥത്തിൽ പ്രവേശിച്ച് ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. അതിലൂടെ ഈ ലക്ഷ്മി നാരായണനായി മാറുന്നു. ആർക്കും മനസ്സിലാക്കി കൊടുക്കുക വളരെ സഹജമാണ്. ലക്ഷ്മി നാരായണന്റെ രാജ്യം എത്ര സമയമാണ് ഉണ്ടാവുന്നത്? ബാക്കി എല്ലാ കുലവും പരിധിയുള്ളതാണ്. ഇതാണ് പരിധിയില്ലാത്തത്. ഈ പരിധിയില്ലാത്ത ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയണമല്ലോ. ഇപ്പോൾ സംഗമയുഗമാണ്. ഇപ്പോൾ ദൈവിക രാജ്യം സ്ഥാപിക്കുകയാണ്. ഈ കല്ലുപുരിയുടെയും പഴയ ലോകത്തിന്റെയും വിനാശമാണ്. വിനാശം ഉണ്ടാകുന്നില്ല എങ്കിൽ പുതിയ ലോകം എങ്ങനെയുണ്ടാകും? ഇപ്പോൾ പറയുന്നു ന്യൂഡൽഹി. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, പുതിയ ലോകത്തിൽ പുതിയ ഡൽഹിയാണ് ഉണ്ടാവുക. പാടാറുമുണ്ട്, യമുനയുടെ തീരത്ത് കൊട്ടാരമുണ്ടാകും. എപ്പോഴാണോ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുള്ളത് അപ്പോൾ പറയും പുതിയ ഡൽഹി, പവിഴപുരി. പുതിയ രാജ്യമെങ്കിൽ സത്യുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഡ്രാമ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നതുപോലും മനുഷ്യർ മറന്നുപോയി. ആരെല്ലാമാണ് മുഖ്യ അഭിനേതാക്കൾ അതറിയണമല്ലോ. അഭിനേതാക്കൾ ഒരുപാടുണ്ട്. അതിനാൽ മുഖ്യ അഭിനേതാക്കളെ നിങ്ങൾക്കറിയാം. നിങ്ങളും മുഖ്യമായ അഭിനേതാക്കളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഏറ്റവും മുഖ്യമായ പാർട്ട് നിങ്ങളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആത്മീയ സാമൂഹിക സേവകരാണ്.
ബാക്കി എല്ലാ സാമൂഹിക സേവകരും ശരീരത്തിന്റെയാണ്. നിങ്ങൾ ആത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. പഠിക്കുന്നത് ആത്മാവാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നു ശരീരമാണ് പഠിക്കുന്നത്. ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് പഠിക്കുന്നത് എന്നത് ആർക്കും അറിയില്ല. നമ്മൾ ആത്മാവാണ് വക്കീൽ മുതലായവയായി മാറുന്നത്. ബാബ നമ്മെ പഠിപ്പിക്കുന്നു സംസ്കാരവും ആത്മാവിലാണ് ഉള്ളത്. സംസ്കാരം കൊണ്ടുപോകും, പിന്നീട് വന്ന് പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. ഏതുപോലെ സത്യുഗത്തിൽ രാജധാനി ഉണ്ടായിരുന്നുവോ അതേപോലെ തന്നെ തുടങ്ങും. ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. മുഖ്യമായ കാര്യം ദേഹാഭിമാനത്തിൽ ഒരിക്കലും വരരുത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഒരു വികർമ്മവും ചെയ്യരുത്. ഓർമ്മയിലിരിക്കൂ. ഇല്ലെങ്കിൽ വികർമ്മത്തിന്റെ ഭാരം 100 ഇരട്ടിയാകും. അവസ്ഥ തീർത്തും മുറിഞ്ഞു പോകുന്നു. അതിലും മുഖ്യമായ വികാരമാണ് കാമം. പലരും പറയുന്നു കുട്ടികൾ ശല്യപ്പെടുത്തുമ്പോൾ അടിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ചെറിയ കാലണയ്ക്കുള്ള പാപം എന്ന് പറയും. നിങ്ങളുടെ തലയിലാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളുടെ പാപമുണ്ട്. ആദ്യം അതിനെ ഒന്ന് ഭസ്മമാക്കൂ. ബാബ പാവനമായി മാറാനുള്ള വളരെ സഹജമായ വഴി പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ പാവനമായി മാറൂ. ഭഗവാന്റെ വാക്കുകളാണ് കുട്ടികളെ പ്രതി. നിങ്ങൾ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. വേറെ ഒരു മനുഷ്യർക്കും ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ സ്വയത്തെ ശരീരം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. പാടാറുമുണ്ട്, ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും മിലനമുണ്ടാകും. ഇതിൽ ശബ്ദത്തിന്റെ ഒന്നും കാര്യമില്ല. ഇത് പഠിപ്പാണ്. ദൂരെ ദൂരെ നിന്ന് ബാബയുടെ അടുത്തേക്ക് വരുന്നു. ആരാണോ നിശ്ചയബുദ്ധികൾ അവർക്ക് മുന്നോട്ടു പോകവേ വളരെ ശക്തമായി ആകർഷണമുണ്ടാകും. ഇപ്പോൾ ഇത്രയും ആകർഷണം ആർക്കും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഓർമ്മിക്കുന്നില്ല. യാത്രയിൽ നിന്ന് എപ്പോഴാണ് മടങ്ങുന്നത്, വീടിന്റെ അടുത്തേക്ക് എത്തുന്നത്, അപ്പോൾ വീട് ഓർമ്മ വരും. കുട്ടികൾ ഓർമ്മ വരും. വീടെത്തിക്കഴിയുമ്പോൾ തന്നെ സന്തോഷത്തോടുകൂടി വന്ന് കാണും. സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം ഭാര്യയെ ഓർമ്മ വരും. പിന്നീട് കുട്ടികളെയും മക്കളെയും മറ്റും ഓർമ്മ വരും. നിങ്ങൾക്ക് ഓർമ്മ വരും, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അച്ഛനും മക്കളും മാത്രമേ ഉണ്ടായിരിക്കൂ. അവിടെ ഇരട്ടി സന്തോഷമുണ്ടായിരിക്കും. ശാന്തിധാമമാകുന്ന വീട്ടിലേക്ക് പോകും. പിന്നീട് വരും രാജധാനിയിലേക്ക്. ഓർമ്മിക്കുക തന്നെ വേണം. ബാബ പറയുന്നു, മന്മന ഭവ. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ബാബ നിങ്ങൾ കുട്ടികളെ പവിത്രമാക്കി മാറ്റി കണ്ണുകളിലിരുത്തി കൂടെ കൊണ്ടുപോകുന്നു. അല്പം പോലും ബുദ്ധിമുട്ടില്ല. കൊതുകുകളുടെ കൂട്ടത്തെ പോലെ നിങ്ങൾ ആത്മാവും അങ്ങനെ ബാബയോടൊപ്പം പോകും. പാവനമാകുന്നതിന് വേണ്ടി നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു, വീടിനെ അല്ല. ബാബയുടെ ദൃഷ്ടി ആദ്യം പാവപ്പെട്ട കുട്ടികളിലേക്കാണ് പോകുന്നത്. ബാബ പാവങ്ങളുടെ നാഥനാണല്ലോ. നിങ്ങളും ഗ്രാമത്തിൽ സേവനം ചെയ്യാൻ പോകുന്നു. ബാബ പറയുന്നു, ഞാനും നിങ്ങളുടെ ഗ്രാമത്തെ വന്ന് പവിഴപുരിയാക്കി മാറ്റുന്നു. ഇപ്പോഴാണെങ്കിൽ ഇത് നരകവും പഴയ ലോകവുമാണ്. ഇതിനെ തീർച്ചയായും ഇല്ലാതാക്കണം. പുതിയ ലോകത്തിൽ പുതിയ ഡൽഹി, അത് സത്യയുഗത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അവിടെ രാജ്യവും നിങ്ങളുടേതായിരിക്കും. നിങ്ങൾക്ക് ലഹരി വർദ്ധിക്കുന്നു. നമ്മൾ വീണ്ടും തന്റെ രാജധാനി സ്ഥാപിക്കും. ഏതുപോലെയാണോ കൽപ്പം മുൻപ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരിക്കലും പറയില്ല, നമ്മൾ ഇങ്ങനെ കെട്ടിടം ഉണ്ടാക്കും. ഇല്ല, നിങ്ങൾ അവിടെ പോയി സ്വതവേ തന്നെ അതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൽ ആ പാർട്ട് അടങ്ങിയിട്ടുണ്ട്.
ഇവിടെ വെറും പഠിക്കുന്നതിന്റെ പാർട്ടാണ്. അവിടെ നിങ്ങളുടെ ബുദ്ധിയിൽ സ്വതവേ വരും. ഇങ്ങനെ നമ്മൾ കൊട്ടാരമുണ്ടാക്കും. ഏതുപോലെയാണോ കൽപ്പം മുൻപും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുണ്ടാക്കാൻ തുടങ്ങും. ആത്മാവിലും ആദ്യം മുതലേ അടങ്ങിയിട്ടുണ്ട്. ഏത് കെട്ടിടങ്ങളിലാണോ നിങ്ങൾ കൽപ്പകൽപ്പം കഴിഞ്ഞിരുന്നത് അതേ കൊട്ടാരം ഉണ്ടാക്കും. ഈ കാര്യങ്ങൾ പുതിയവർക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വന്ന് പുതിയ പുതിയ പോയിന്റുകൾ കേട്ട് റീഫ്രഷായി തിരിച്ചു പോകുന്നു. പുതിയ പുതിയ പോയിന്റുകൾ വരുന്നു. അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ ഈ കാളയാകുന്ന രഥത്തിൽ സദാ സവാരി ചെയ്യുന്നു. ഇതിലെനിക്ക് ഒരു സുഖവും ലഭിക്കുന്നില്ല. ഞാനാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് വരുന്നത്. കാളയിൽ സവാരി ചെയ്ത് ഇരിക്കുക തന്നെയാണ് എന്നല്ല. രാത്രിയും പകലും കാളയിൽ സവാരി ചെയ്യുമോ? ബാബയുടേതാണെങ്കിൽ സെക്കൻഡിലുള്ള വരവും പോക്കുമാണ്. സദാ ഇരിക്കാനുള്ള നിയമമില്ല. ബാബ എത്ര ദൂരെ നിന്നാണ് പഠിപ്പിക്കുന്നതിന് വേണ്ടി വരുന്നത്? ബാബയുടെ വീട് അത് തന്നെയല്ലേ? മുഴുവൻ ദിവസവും ശരീരത്തിൽ തന്നെ ഇരിക്കില്ലല്ലോ. ബാബയ്ക്ക് സുഖം തന്നെ തോന്നില്ല. തത്ത കൂട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് ഞാൻ ഈ ശരീരം ലോണായി എടുക്കുകയാണ്. നിങ്ങൾ പറയും, ജ്ഞാനസാഗരനായ ബാബ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വരികയാണ്. സന്തോഷം കൊണ്ട് രോമാഞ്ചം കൊള്ളണം. ആ സന്തോഷം പിന്നീട് കുറയാനൊന്നും പാടില്ലല്ലോ. ഈ ഉടമസ്ഥൻ സ്ഥിരമായി ഇരിക്കുകയാണ്. ഒരു കാളയിൽ 2 പേരുടെ സവാരി സദാ ഉണ്ടായിരിക്കുമോ? ശിവബാബ വസിക്കുന്നത് തന്റെ ധാമത്തിലാണ്. ഇവിടെ വരുന്നു, വരാൻ വൈകുന്നില്ല. റോക്കറ്റ് നോക്കൂ, എത്ര ശക്തിശാലിയാണ്. ശബ്ദത്തെക്കാളും ശക്തിശാലിയാണ്. ആത്മാവും വളരെ ചെറിയ ഒരു റോക്കറ്റാണ്. ആത്മാവ് ഓടുന്നതിങ്ങനെയാണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് ലണ്ടനിലേക്ക് പോകുന്നു. 1 സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടാറുണ്ട്. ബാബയും സ്വയം റോക്കറ്റാണ്. പറയുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനാണ് വരുന്നത്. പിന്നീട് പോകുന്നത് എന്റെ വീട്ടിലേക്കാണ്. ഈ സമയം വളരെ ബിസിയാണ്. ദിവ്യദൃഷ്ടി ദാതാവാണ്. അതിനാൽ ഭക്തരെ സന്തുഷ്ടമാക്കേണ്ടി വരുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്നു. ഭക്തർക്ക് സാക്ഷാത്കാരം ഉണ്ടാകണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭിക്ഷയുടെ രൂപത്തിൽ യാചിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭിക്ഷ ജഗദംബയോടാണ് യാചിക്കുന്നത്. നിങ്ങൾ ജഗദംബയല്ലേ? നിങ്ങൾ വിശ്വത്തിന്റെ ചക്രവർത്തിയുടെ ഭിക്ഷ നൽകുകയാണ്. പാവപ്പെട്ടവർക്ക് ഭിക്ഷ ലഭിക്കുന്നുണ്ടല്ലോ. നമ്മളും പാവപ്പെട്ടവരാണ്. അതിനാൽ ശിവബാബയും സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി ഭിക്ഷയായി നൽകുന്നു. ഭിക്ഷ വേറൊന്നുമല്ല. ഇത്രയേ പറയുന്നുള്ളൂ, ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ വികർമ്മം വിനാശമാകും. ശാന്തിധാമത്തിലേക്ക് പോകും. ഞാൻ ഉറപ്പ് നൽകുകയാണ്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആയുസ് പോലും വർദ്ധിക്കും. സത്യുഗത്തിൽ മരണത്തിന്റെ പേര് പോലും ഉണ്ടാകില്ല. അത് അമരലോകമാണ്. അവിടെ മൃത്യുവിന്റെ പേരുപോലും ഉണ്ടായിരിക്കില്ല. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. ഇതിനെ മരണമെന്ന് പറയുമോ? അത് അമരപുരിയാണ്. സാക്ഷാത്കാരം ഉണ്ടാകുന്നു. എനിക്ക് കുട്ടിയായി മാറണം. സന്തോഷത്തിന്റെ കാര്യമാണ്. ബ്രഹ്മബാബയ്ക്ക് ആഗ്രഹം തോന്നുന്നു, ഇപ്പോൾ പോയി കുട്ടിയായി മാറും. അറിയാം, വായിൽ സ്വർണക്കരണ്ടി ആയിരിക്കും. ഒരേ ഒരു അരുമയായ ബാബയുടെ കുട്ടിയാണ്. ബാബ ദത്തെടുത്തിരിക്കുകയാണ്. ഞാൻ അരുമയായ കുട്ടിയാണ്. അതിനാൽ ബാബ എത്ര സ്നേഹിക്കുന്നു. പെട്ടെന്ന് പ്രവേശിക്കുന്നു. ഇതും കളി തന്നെയല്ലേ? കളിയിൽ എപ്പോഴും സന്തോഷമാണ് ഉണ്ടായിരിക്കുക. ഇതും അറിയാം. തീർച്ചയായും വളരെ വളരെ ഭാഗ്യശാലിയായ രഥമായിരിക്കും.
ജ്ഞാനത്തിന്റെ സാഗരൻ എന്ന മഹിമയുള്ളതുപോലെ ഇവരിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഈ സന്തോഷം തന്നെയാണ് ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്നു. ഭഗവാൻ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. നമ്മൾ അവരുടെ കുട്ടികളാണ്. അതിനാൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് നരകത്തിലിരിക്കണം? ഇതാരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. നിങ്ങൾ ഭാഗ്യശാലികളാണ്. വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നതിന് വേണ്ടി പഠിക്കുകയാണ്. ഇങ്ങനെയുള്ള പഠിപ്പിൽ എത്ര ശ്രദ്ധ കൊടുക്കണം? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഈ ഡബിൾ സന്തോഷത്തിൽ തന്നെയിരിക്കണം. ഇപ്പോൾ യാത്ര പൂർത്തിയായി. ആദ്യം നമ്മൾ നമ്മുടെ വീടായ ശാന്തിധാമത്തിലേക്ക് പോകും. പിന്നീട് തന്റെ രാജധാനിയിലേക്ക് വരും. 2. ശിരസിലുള്ള ജന്മജന്മാന്തരങ്ങളുടെ പാപങ്ങളുടെ ഭാരം ഭസ്മമാക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരു വികർമ്മവും ചെയ്യരുത്. വരദാനം: ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ സഹയോഗത്തിലൂടെ സർവരിലും ശക്തി നിറയ്ക്കുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. സദാ ശക്തിശാലിയായി ഭവിക്കട്ടെ എന്ന വരദാനം പ്രാപ്തമാക്കിക്കൊണ്ട് ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെ എല്ലാ ആത്മാക്കളിലും ശക്തി നിറയ്ക്കുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. എങ്ങനെയാണോ സൂര്യന്റെ ശക്തികളെ ശേഖരിച്ച് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്, അതുപോലെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തി വളരെയധികം ശേഖരിക്കണം. അതിലൂടെ മറ്റുള്ളവരുടെ സങ്കല്പങ്ങളിലും ബലം നിറയ്ക്കണം. ഈ സങ്കല്പങ്ങൾ ഇഞ്ചക്ഷനെ പോലെയാണ് പ്രവർത്തിക്കുക. ഇതിലൂടെ ആന്തരിക മനോഭാവത്തിൽ ശക്തി വരാൻ തുടങ്ങും. അതിനാലിപ്പോൾ ശ്രേഷ്ഠ ഭാവനയിലൂടെയും ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെയും പരിവർത്തനം കൊണ്ടുവരണം. ഇപ്പോൾ ഇങ്ങനെയുള്ള സേവനങ്ങളുടെ ആവശ്യമാണ് ഉള്ളത്. സ്ലോഗൻ: മാസ്റ്റർ ദുഃഖഹർത്താവായി മാറി ദുഃഖത്തെ പോലും സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് താങ്കളുടെ ശ്രേഷ്ഠ കർത്തവ്യം. അവ്യക്ത സൂചന: സങ്കല്പശക്തിയെ ശേഖരിച്ച് ശ്രേഷ്ഠ സേവനങ്ങൾക്ക് നിമിത്തമാകൂ. പലപ്പോഴും കുട്ടികൾ കളിക്കുന്നതായി കാണാറുണ്ട്. വ്യർത്ഥ സങ്കല്പങ്ങൾ വലിയ ഫോഴ്സിൽ വരുമ്പോൾ അവയെ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ ആ സമയത്ത് എന്ത് ചെയ്യാം, പറ്റിപ്പോയി, അവ വന്നു, അത് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷെ വ്യർത്ഥത്തെ നിയന്ത്രിക്കാൻ കൺട്രോളിംഗ് പവറാണ് വേണ്ടത്. എങ്ങനെയാണോ ഒരു സമർത്ഥ സങ്കല്പത്തിന്റെ ഫലം കോടി മടങ്ങായി ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഒരു വ്യർത്ഥ സങ്കല്പത്തിന്റെ കർമ്മക്കണക്കായി ഉദാസീനരാവുക, നിരാശ അനുഭവപ്പെടുക, സന്തോഷമില്ലാതാവുക എന്നിവ വളരെ മടങ്ങുകളായി കർമ്മക്കണക്കിന്റെ രൂപത്തിൽ അനുഭവം ചെയ്യേണ്ടി വരും. ഓം ശാന്തി.